പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു കാര്യം ഒരുപക്ഷെ നിങ്ങളുടെ റൂംമേറ്റ് നിർബന്ധിച്ചതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ അയാൾക്ക് വിഷമമാകുമോ എന്ന് ഭയന്ന് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ശേഷം നിങ്ങൾ ആശയക്കുഴപ്പത്തിലാകുകയും അയ്യോ എന്റെ തെറ്റാണോ അത്, ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ലായിരുന്നു എന്ന് സ്വയം സംശയിക്കപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ബോസ് ഒരു അധിക ജോലി തന്നിട്ട് പറഞ്ഞു ഇതൊന്ന് ചെയ്തു തീർക്കണം, അല്ലെങ്കിൽ കമ്പനി വലിയ നഷ്ടത്തിലാകും, എല്ലാവരുടെയും ബോണസ് ചിലപ്പോൾ കട്ടാകും, ആ ജോലി ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിലും മറ്റുള്ളവരുടെ കാര്യം ഓർത്തുള്ള കുറ്റബോധം കൊണ്ട് നിങ്ങൾ ഉറക്കമിളച്ച് അത് ചെയ്തു തീർത്തിട്ടുണ്ടോ? എങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ മാനിപ്പുലേഷൻ അഥവാ മാനസിക ചൂഷണത്തിന് വിധേയനായിരിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ പെർസുവേഷനെ കുറിച്ച് സംസാരിച്ചു. അതൊരു നല്ല ലക്ഷ്യത്തിന് വേണ്ടി മറ്റൊരാളെ സത്യസന്ധമായി സ്വാധീനിക്കുന്ന ഒരു കലയാണ്. എന്നാൽ മാനിപ്പുലേഷൻ അതിന്റെ ഒരു ഇരുണ്ട വശമാണ്. ഒരു വിഷപ്പാമ്പിനെ പോലെ അത് നിങ്ങളറിയാതെ നിങ്ങളുടെ ബന്ധങ്ങളെയും ആത്മവിശ്വാസത്തെയും മാനസികാരോഗ്യത്തെയും വിഷലിപിതമാക്കും. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും നിങ്ങളെ ഒരു പാവയെ പോലെ ചരടുകെട്ടി നിയന്ത്രിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന 5 അപകട സാധ്യതകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ ചതിക്കുഴികൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ. ഈ പെർസുവേഷനും മാനിപ്പുലേഷനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അതിന്റെ ഉദ്ദേശശുദ്ധിയിലാണ്. പെർസുവേഷൻ ഇത് സത്യസന്ധവും സുതാര്യവുമാണ്. അത് രണ്ടു കൂട്ടർക്കും ഗുണകരമാകുന്ന ഒരു സാഹചര്യത്തെയാണ് ലക്ഷ്യം വെക്കുന്നത്. ഉദാഹരണം, നമ്മൾ ഈ പ്രൊജക്ട് ഓവർ ടൈം ചെയ്ത് തീർത്താൽ കമ്പനിക്ക് വലിയ ലാഭമുണ്ടാകും, അത് നമ്മുടെ അടുത്ത പ്രൊമോഷനെ സഹായിക്കും. ഇവിടെ രണ്ടു പേർക്കും നേട്ടമുണ്ട്. എന്നാൽ മാനിപ്പുലേഷൻ ഇത് വഞ്ചനാപരവും സ്വാർത്ഥവുമാണ്. ഇത് മാനിപ്പുലേറ്ററുടെ ലാഭത്തിനു വേണ്ടി മറ്റൊരാളെ സമ്മർദ്ദത്തിലാക്കി അയാളിൽ കുറ്റബോധമുണ്ടാക്കി അല്ലെങ്കിൽ ഭയപ്പെടുത്തി നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ഒരവസ്ഥയാണ്. അവിടെ മറ്റൊരാളുടെ വികാരങ്ങളോ താല്പര്യങ്ങളോ പരിഗണിക്കുന്നില്ല. ഉദാഹരണം, നിങ്ങൾ ഈ ഓവർടൈം വർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ സഹപ്രവർത്തകരുടെ മുഴുവൻ ഭാവിയും അപകടത്തിലാകും, അവർക്ക് കിട്ടേണ്ട ബോണസ് നിങ്ങൾ കാരണം നഷ്ടപ്പെടും. ഇവിടെ നിങ്ങളിൽ കുറ്റബോധമുണ്ടാക്കി കാര്യം നേടുകയാണ് ലക്ഷ്യം. ഈ പെർസുവേഷൻ ഒരു കത്തി പോലെയാണ്. അത് നല്ല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം, ചീത്ത കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. എന്നാൽ മാനിപ്പുലേഷൻ ഒരു സ്ലോ പോയിസൺസ് പോലെയാണ്. അത് പതിയെ നിങ്ങളെ ഇല്ലാതാക്കും. ഇനി നമുക്ക് മാനിപ്പുലേറ്റർമാരുടെ പ്രധാന ആയുധങ്ങൾ ഓരോന്നായി പരിശോധിക്കാം. പ്രധാനമായിട്ടും 5 എണ്ണമാണുള്ളത്. അതിലൊന്നാണ് ഗ്യാസ് ലൈറ്റിംഗ്. ഗ്യാസ് ലൈറ്റ് എന്ന പഴയ സിനിമയിൽ നിന്നാണ് ഈ വാക്ക് വന്നത്. നിങ്ങളുടെ ഓർമ്മയെയും ചിന്തയെയും യാഥാർത്ഥ്യബോധത്തെയും ഒരാൾ നിരന്തരം ചോദ്യം ചെയ്ത് നിങ്ങൾക്ക് ഭ്രാന്താണ് എന്ന് സ്വയം തോന്നിപ്പിക്കുന്ന അതിക്രൂരമായ ഒരവസ്ഥയാണ്. സത്യം നിങ്ങളുടെ ഭാഗത്താണെന്ന് നിങ്ങൾക്കറിയാം, പക്ഷേ അവർ നിങ്ങളെ സംസാരിച്ച് തോൽപ്പിക്കും. ഉദാഹരണം, നിങ്ങളുടെ റൂംമേറ്റ് പറയുന്നു നീ ഇന്നലെ എന്റെ കയ്യിൽ നിന്ന് 100 ദിർഹം കടം വാങ്ങിയില്ലേ? അപ്പൊ നമ്മൾ മറുപടി പറയും ഇല്ല, ഞാൻ അങ്ങനെ വാങ്ങിയിട്ടില്ല, നിനക്ക് വെറുതെ തോന്നുന്നതാണ്, നിനക്കിപ്പോ ഓർമ്മയൊക്കെ വളരെ കുറവാണെന്ന് തോന്നുന്നു. ഇത് പലതവണ ആവർത്തിക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മയെ തന്നെ നിങ്ങൾ സംശയിക്കാൻ തുടങ്ങും. ഇനി നമ്മുടെ ബന്ധങ്ങളിലാണെന്നുണ്ടെങ്കിലോ, നമ്മുടെ പങ്കാളി നമ്മളെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഒന്ന് പറയുന്നു എന്ന് കരുതുക. നിങ്ങൾ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർ പറയും ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈയിടെയായിട്ട് ഇങ്ങനെയാണ്, ഒരു സെൻസും ഇല്ലാതെയാണ് പെരുമാറുന്നത്. ഇവിടെ തെറ്റ് അവരുടെ ഭാഗത്താണെങ്കിലും അവസാനം നിങ്ങളൊരു പ്രശ്നക്കാരനാണെന്ന് അവർ വരുത്തി തീർക്കും. ഈ ഗ്യാസ് ലൈറ്റിങ്ങിന്റെ ലക്ഷ്യം നിങ്ങളുടെ ആത്മവിശ്വാസം തകർത്ത് നിങ്ങളെ അവരുടെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഗിൽറ്റ് ട്രിപ്പിംഗ്. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുള്ള ഒന്നാണ് ഈ ഗിൽറ്റ് ട്രിപ്പിംഗ് അഥവാ കുറ്റബോധം ഉണ്ടാക്കൽ. നിങ്ങളെ കൊണ്ടൊരു കാര്യം ചെയ്യിക്കാൻ വേണ്ടി നിങ്ങളിൽ മനഃപൂർവ്വം കുറ്റബോധം ഉണ്ടാക്കുന്ന ഒരു തന്ത്രമാണിത്. നിങ്ങളുടെ സ്നേഹത്തെയും കടപ്പാടിനെയും ദയയെയും അവർ ഒരു ആയുധമായി ഉപയോഗിക്കുന്നു. ഇത് സുഹൃത്തുക്കളുടെ ഇടയിലാണെന്നുണ്ടെങ്കിൽ, ഞാൻ നിനക്ക് വേണ്ടി അന്ന് ജോലി ശരിയാക്കി തന്നില്ലേ, എന്നിട്ട് ഞാൻ ചോദിച്ച ഒരു ചെറിയ സഹായം ചെയ്യാൻ നിനക്ക് പറ്റിയില്ലല്ലോ. ഈ കുടുംബ ബന്ധങ്ങളാണെന്നുണ്ടെങ്കിലോ, ഞങ്ങൾ നിനക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമോ, എന്നിട്ടും നിനക്ക് ഈ മാസം കുറച്ചുകൂടി പണം അയക്കാമായിരുന്നില്ലേ. ഇപ്പൊ ജോലി സ്ഥലത്താണെന്നുണ്ടെങ്കിൽ കമ്പനി നിനക്ക് വിസയും താമസവും തന്നില്ലേ, എന്നിട്ട് കമ്പനിക്ക് ഒരു ആവശ്യം വന്നപ്പോ നീ സഹായിച്ചില്ലല്ലോ എന്ന്. ഇവിടെയെല്ലാം ഒരു നന്ദിയില്ലാത്തവനാണോ എന്ന കുറ്റബോധം നിങ്ങളിൽ ഉണ്ടാക്കി കാര്യം നേടുകയാണ് ലക്ഷ്യം. സ്നേഹമുള്ള ബന്ധങ്ങളിൽ സഹായം ചോദിക്കുന്നതും ചെയ്യുന്നതും ഒക്കെ സ്വാഭാവികമാണ്. പക്ഷേ അത് എപ്പോഴും ഒരു ബാധ്യതയായി നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ അതൊരു മാനിപ്പുലേഷനാണ്. മൂന്നാമതായിട്ട് ഫെയിലർ ഫാക്കിംഗ്. ഇതും പ്രവാസികൾ സ്ഥിരമായി വീഴുന്ന ഒരു കെണിയാണ്. ഒരിക്കലും നടക്കാത്ത ഭാവിയെക്കുറിച്ചുള്ള മനോഹരമായ വാഗ്ദാനങ്ങൾ നൽകി നമ്മളെ പറ്റിക്കും. ഉദാഹരണം, നീ ഇപ്പോ ഈ കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യ്, അടുത്ത വർഷം ഉറപ്പായും നിന്റെ ശമ്പളം ഇരട്ടിയാക്കാം, നിനക്ക് ഞാൻ പ്രൊമോഷൻ തരാം. അത് അടുത്ത വർഷം ലഭിക്കുകയില്ല. ഇങ്ങനെ ഓരോ വർഷവും അയാൾ പുതിയ പുതിയ കാരണങ്ങൾ കണ്ടെത്തും.
പക്ഷേ നിങ്ങൾ ആ പ്രതീക്ഷയിൽ നിങ്ങൾ കഠിനാധ്വാനം ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി ബിസിനസ്സിലാണെന്നുണ്ടെങ്കിലോ, നീ ഇപ്പോൾ കുറച്ച് പണം മുടക്കിയാൽ മതി, 2 വർഷം കഴിയുമ്പോൾ നമ്മൾ കോടീശ്വരരാകും. അപ്പോ നിങ്ങൾ നിങ്ങളുടെ സമ്പാദ്യം മുഴുവൻ കൊടുക്കും, പക്ഷേ ആ ലാഭം നിങ്ങൾക്ക് ഒരിക്കലും കിട്ടുകയുമില്ല. ഇനി പ്രണയബന്ധങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നീ ഇപ്പോൾ എന്നെ സഹായിക്ക്, എന്റെ കടങ്ങളൊക്കെ തീർത്തതാ, എല്ലാം കഴിഞ്ഞാൽ ഞാൻ നിന്നെ മാത്രം വിവാഹം കഴിക്കാം. ആ എല്ലാം ഒരിക്കലും കഴിയുകയുമില്ല. ഈ തന്ത്രത്തിന്റെ ശക്തി അത് നമ്മുടെ പ്രതീക്ഷയാണ് ലക്ഷ്യം വെക്കുന്നത്. ആ നല്ല ഭാവിയോർത്ത് നമ്മൾ നമ്മുടെ വർത്തമാനകാലത്തെ ചൂഷണത്തെ സഹിച്ചുകൊണ്ടേയിരിക്കും. നാലാമതായിട്ടുള്ളതാണ് ഇരട്ടവാദം. എപ്പോഴും താനാണ് എല്ലാവരാലും ആക്രമിക്കപ്പെടുന്ന ഇരയെന്ന് അവർ ഭാവിക്കും. ഉദാഹരണം, നിങ്ങൾ റൂംമേറ്റിന്റെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അയാൾ പറയും, അതെ, എല്ലാവരും എന്നെയാണ് കുറ്റപ്പെടുന്നത്, എന്റെ ജീവിതം ഒരു ദുരന്തമാണ്, ഞാൻ ജനിച്ചപ്പോഴേ ഇങ്ങനെയാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സഹതാപം തോന്നും. അവസാനം അവരുടെ തെറ്റുകൾക്ക് പോലും നിങ്ങൾ ഉത്തരവാദിയാണെന്ന് അവർ തോന്നിപ്പിക്കും. അഞ്ചാമത്തത് ദ സൈലന്റ് ട്രീറ്റ്മെന്റ്. ഈ നിശബ്ദത ഒരു ആയുധമാക്കലാണ് ഇവിടെ. ഇതൊരു തരം വൈകാരിക ബ്ലാക്ക് മെയിലിംഗ് ആണ്. ഉദാഹരണം, നിങ്ങൾ ആർക്കെങ്കിലും ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ചെയ്താൽ, അല്ലെങ്കിൽ അവരുടെ ഒരു ആവശ്യത്തിന് നോ പറഞ്ഞാൽ, അവർ നിങ്ങളോട് സംസാരിക്കുന്നത് പൂർണ്ണമായും നിർത്തും. നിങ്ങളുടെ കോളുകൾക്കോ മെസ്സേജുകൾക്കോ മറുപടി നൽകില്ല. റൂമിൽ നിങ്ങളെ കാണാത്തതുപോലെ നടിക്കും. നിങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് അറിയാതെ നിങ്ങൾ വിഷമിക്കും. ആ നിശബ്ദത സഹിക്കാൻ വയ്യാതെ അവസാനം നമ്മൾ അവരുടെ അടുത്ത് പോയി ക്ഷമ ചോദിക്കും. അവരുടെ ഇഷ്ടത്തിന് വഴങ്ങുന്നത് വരെ ഈ ശിക്ഷ തുടരും. ഇത് കുടുംബ ബന്ധങ്ങളിലും ഉണ്ടാവാറ്. ഈ മാനിപ്പുലേഷൻ എന്ന ഇത്തരം മാനസിക ചൂഷണങ്ങളെ നേരിടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ശക്തമായ മാർഗം ഒന്ന് അതിർവരമ്പുകൾ സ്ഥാപിക്കുക, അഥവാ ബൗണ്ടറികൾ സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ മാനസികാരോഗ്യത്തിന്റെ ഒരു കോട്ടയാണ്. ഇല്ല എന്ന് പറയാൻ പഠിക്കുക. ഇതാണ് ആദ്യത്തെ പടി. കുറ്റബോധം തോന്നാതെ തന്നെ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളോട് നോ പറയാൻ പഠിക്കുക. നിങ്ങൾ എപ്പോഴും ഒരു വിശദീകരണം നൽകേണ്ട ഒരു കാര്യമൊന്നുമില്ല. എനിക്ക് താല്പര്യമില്ല, എനിക്കിപ്പോൾ സമയമില്ല എന്ന് വ്യക്തമായി പറയുക. 2, അതിർത്തികൾ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എന്നോട് ഈ രീതിയിൽ സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല, എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ദയവായി ഇടപെടരുത്. ഇത് വ്യക്തമായി എന്നാൽ ശാന്തമായി പറയുക. ആ അതിർത്തി അവർ വീണ്ടും ലംഘിച്ചാൽ ആ സംഭാഷണത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുക. 3, നിങ്ങളുടെ സഹജബോധത്തെ വിശ്വസിക്കുക. ഒരു സംഭാഷണം നിങ്ങൾക്ക് ശരിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ ഒരു അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ, മിക്കവാറും അത് ശരിയായിരിക്കില്ല. നിങ്ങളുടെ വികാരങ്ങളെ വിശ്വസിക്കുക. എനിക്കെന്തോ പന്തികേട് തോന്നുന്നു എന്ന ചിന്ത ഒരിക്കലും തള്ളിക്കളയരുത്. 4, അകലം പാലിക്കുക. നിരന്തരമായി നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന, നിങ്ങളുടെ ഊർജം ചോർത്തിക്കളയുന്ന ആളുകളിൽ നിന്ന്, അത് സുഹൃത്തുക്കളായിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, ഒരു മാനസികവും ശാരീരികവുമായ അകലം പാലിക്കുന്നത് നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ്. എല്ലാ ബന്ധങ്ങളും നിലനിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ദയയെയും സ്നേഹത്തെയും മറ്റൊരാൾക്ക് ചൂഷണം ചെയ്യാനുള്ള ലൈസൻസ് ഇല്ല. ആരോഗ്യപരമായ ബന്ധങ്ങൾ പരസ്പര ബഹുമാനത്തിലും സത്യസന്ധതയിലും പങ്കുവെക്കലിലും അധിഷ്ഠിതമാണ്, അല്ലാതെ അത് നിയന്ത്രണത്തിലും ഭയത്തിലുമല്ല. നിങ്ങൾ ആരുടെയും പാവയല്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ ചരടുകൾ മറ്റാരുടെയും കയ്യിൽ കൊടുക്കരുത്. മാനിപ്പുലേഷനെ തിരിച്ചറിയുക, അതിനെതിരെ പ്രതികരിക്കുക. നിങ്ങളുടെ മാനസിക സമാധാനം സംരക്ഷിക്കുക, അത് നിങ്ങളുടെ അവകാശമാണ്. മാനിപ്പുലേഷൻ പോലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ മാനസിക പിരിമുറുക്കത്തിന് കാരണമായേക്കാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മാനിപ്പുലേഷൻ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അനുഭവം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റു പ്രവാസി സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക.